ഓക്കെ. അപ്പോൾ ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും അല്ലേ, കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും, ഫോൺ ബില്ല് അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ നമുക്ക് വരുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്. ഷോപ്പുകളിലായാൽ നമുക്ക് വരുന്ന കുറേ എക്സ്പെൻസുകൾ. ഇപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ എല്ലാവർക്കും വല്ല പരസ്യത്തിനൊക്കെ ഡൊണേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. ആരെങ്കിലും പിരിവിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോൾ ഒരു ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ചായക്കായിട്ട് കമ്പനി ഇപ്പോൾ ഒരു മാസത്തെ കണക്കാണ് എക്സ്പെൻസാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 250 ദിർഹംസ് ചായക്കായിട്ട് മാറി. പിന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേറെ എന്തെങ്കിലും ഇപ്പോൾ റോയൽറ്റി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വല്ല റോയൽറ്റി ഒക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുക. റോയൽറ്റി മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കീഴിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇത്ര രൂപ ഒരു മാസം നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. പരസ്യം ചെയ്യാനായിട്ട് ഇത്ര രൂപ നമുക്ക് കമ്പനിക്ക് ആവശ്യം വരും. പിന്നെ വല്ല സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാനായിട്ട് നമുക്കൊരു ഇത്ര രൂപ സ്റ്റേഷനറി ഐറ്റംസ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എക്സ്പെൻസുകൾ നമ്മളവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. എല്ലാ എക്സ്പെൻസുകൾ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും കൂടി. ഇനി ഇവിടെ എനിക്ക് പറയുകയാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കാണുന്ന കംപ്ലീറ്റ് എക്സ്പെൻസ്. ക്ലിയർ ആണല്ലോ. ഈ കാണുന്ന കംപ്ലീറ്റ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, നമ്മുടെ കമ്പനി എന്താണ്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ കണക്കാക്കുക, ഈക്വൽ ടു ടോട്ടൽ കളക്ഷൻസ് മൈനസ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ കമ്പനി ആദ്യത്തെ മാസം, അതായത് ജനുവരി മാസം കമ്പനിക്ക് ലാഭമാണ് അല്ലേ, 28,651 രൂപ ലാഭമാണ്. ഇതിപ്പോൾ ഒരു മാസത്തെ റിപ്പോർട്ടാണ്, ഒരു ജനുവരി മാസത്തെ റിപ്പോർട്ടാണെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ അത് ഫെബ്രുവരിയിൽ വന്നിട്ടുണ്ടാവും, മാർച്ചിൽ വന്നിട്ടുണ്ടാവും, ഏപ്രിൽ വന്നിട്ടുണ്ടാവും, മെയ്യിൽ വന്നിട്ടുണ്ടാവും, ജൂണിൽ, ജൂലൈയിൽ, ആഗസ്റ്റിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓരോ ഷീറ്റിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്യേണ്ടത് ഇതിനാണ്ട് സെലക്ഷൻ ചെയ്യാം. കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്നൊരു ഭാഗമുണ്ട്. ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ, മനസ്സിലായല്ലോ. ഫോർമുല എന്നുള്ള ഭാഗത്ത് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോടൊരു ചോദിക്കും, കണ്ട ക്രിയേറ്റ് നെയിം ഫോർ സെലക്ഷൻസ്, ക്രിയേറ്റ് നെയിംസ് ഫ്രം സെലക്ഷൻസ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യാണ്, ടോപ്പ് കോളം ഇവിടെ കണ്ട. അപ്പോൾ ടോപ്പ് കോളാണ് എടുക്കുന്നത്. പക്ഷേ ടോപ്പ് കോളല്ല, നമുക്ക് ലെഫ്റ്റ് കോളാണ് എടുക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് കോളത്തിലുള്ള പേരുകൾ മനസ്സിലാക്കുക. ലെഫ്റ്റ് കോളത്തിലുള്ള ഈ പേരുകൾ നമുക്ക് എന്ത് വേണം, ഈ സംഖ്യകൾക്ക് പ്രിൻ്റ് ചെയ്യണം. അതായത് ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,50,000 ആണ്. റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ പേര് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട്, അതായത് ഫോം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. ആ ഫോമിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണത്. ഞാനിതിനെ എന്ത് ചെയ്തു, ഇപ്പോൾ എടുക്കണത് എന്താ, ഇപ്പോൾ ഇവിടെ വെറുതെ B1, B2, B3, B4 എന്നൊക്കെ കൊണ്ടല്ലേ എടുക്കുന്നത്. അതിന് പകരം ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് കോളം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായല്ലോ. ഇവിടെ നിന്ന് നോക്കിയേ, ടോട്ടൽ കളക്ഷൻ, റെൻ്റ് കണ്ട, സാലറി, ഇലക്ട്രിസിറ്റി, ഫോൺ ബില്ല് കണ്ട, ഡൊണേഷൻ, റോയൽറ്റി, ആഡ്, അങ്ങനെ ആ പേരുകളാണ് കാണിക്കുന്നത് അല്ലേ. ഇടത്തെ സൈഡിലുള്ള പേരുകളാണ് പിന്നെ കംപ്ലീറ്റ് ഈ കാണുന്ന സെല്ലുകൾക്ക് ഡിഫൈൻ ചെയ്യണത്. ക്ലിയർ ആണല്ലോ. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ നെയിം ബോക്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ പേര് വന്നത് കണ്ട, റെൻ്റ്, സാലറി, ഇലക്ട്രിസിറ്റി കണ്ട, ഫോൺ ബില്ല്, മറ്റേത് A1, A2, B3 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കിടന്നിരുന്നത്. അത് മാറിയിട്ട് പേരായി മാറി. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫോം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. ഇത്രയും ഭാഗം, അതായത് നമ്മൾ ടോട്ടൽ എക്സ്പെൻസും അതേപോലെ തന്നെ പ്രോഫിറ്റ് ലോസും നമ്മളെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ഭാഗം നമ്മൾ സെലക്ഷൻ ചെയ്തിട്ട് ഡാറ്റയിൽ വാട്ട് ഇഫ് അനലൈസിസ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ സിനാരിയോ മാനേജർ എന്നൊരു ഭാഗം, ഡാറ്റ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ വാട്ട് ഇഫ് അനലൈസിസിൻ്റെ ഉള്ളിൽ സിനാരിയോ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ, സിനാരിയോ മാനേജർ. ക്ലിയർ ആയില്ലേ? സിനാരിയോ മാനേജർ.
ഈ സിനാരിയോ മാനേജർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് ഈ സിനാരിയോ മാനേജറിലൂടെ നിന്നുകൊണ്ട് ആഡ് എന്നൊരു ഓപ്ഷൻസ് ആഡ്, ഈ ആഡ് കൊടുത്തിട്ട് ആദ്യം നമ്മൾ എന്താണോ നമ്മുടെ സിനാരിയോ, ഇപ്പോൾ നമ്മളിതൊരു മാസം ബേസ് ചെയ്തിട്ടുള്ളതായ കാരണം ഞാൻ ജനുവരിന്ന് കൊടുത്തു. ഇതിപ്പോൾ ജനുവരിയിലത്തെ റിപ്പോർട്ടാണെന്ന് വിചാരിക്കും. ഇത് കമ്പനിയുടെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കമ്പനിയുടെ പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജനുവരിന്ന് കൊടുത്തിട്ട് ഞാൻ നേരെ ഇതിനെ ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേഷനായി. കണ്ട, ടോട്ടൽ കളക്ഷൻ 15,000, റെൻറ്റ് 25,000, സാലറി 86,000, ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബില്ല് ആഡായി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറയാണ് ഇവിടെ നിന്നുകൊണ്ട് അടുത്തത് ആഡ് ചെയ്തിട്ട് ഞാൻ ഫെബ്രുവരി കൊടുത്തു. ഓക്കെ പറഞ്ഞിട്ട് ഫെബ്രുവരിയിൽ നമുക്ക് വന്നിട്ടുള്ള കളക്ഷൻസ്, ഫെബ്രുവരിയിൽ എനിക്ക് വന്നത് 1,75,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. റെൻറ്റ് എനിക്ക് എന്തുണ്ട്, 1000 ഉറുപ്പ്യ കൂടിയുണ്ട്, അപ്പോൾ 26,000 ആക്കി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ സാലറി ഒരു പുതിയൊരാളിന് എടുത്ത കാരണം അത് എന്തായി മാറി, 94,000 ആയിട്ട് മാറും. മനസ്സിലായ? ഇലക്ട്രിസിറ്റി എന്ത് ചെയ്തു, ഒരു 850 കുറഞ്ഞു. ഓക്കെ. ഇനി വീണ്ടും ഞാൻ ആഡ് ചെയ്തു. ഞാനവിടെ എൻ്റർ അടിച്ച കാരണമാണ് അത് അങ്ങനെ പോയത് കേട്ടോ. ഫെബ്രുവരി മാർച്ച് കൊടുത്തു. ഓക്കെ പറഞ്ഞു. മാർച്ചിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ 1,50,000 എന്നുള്ളത് 1,00,000 ആയിട്ട് മാറി. ഓക്കെ. ഇവിടെ സാലറിയിലൊന്നും മാറ്റം വന്നില്ല. ഇലക്ട്രിസിറ്റി ഒരു 2,500 ആയിട്ട് മാറി. ഫോൺ ബില്ല് ഒരു 950 ആയിട്ട് മാറി. ഡൊണേഷൻ ഒരു 500 ഉറുപ്പ്യായിട്ട് മാറി. ടാബ് അടിച്ചാൽ മതിയിട്ടാ, അപ്പോൾ അടുത്തേക്ക് കിടക്കുക. 500 ഉറുപ്പ്യായിട്ട് മാറി. റോയൽറ്റി ഒരു 5,000 ഉറുപ്പ്യായിട്ട് മാറി. പരസ്യത്തിന് നമുക്ക് ഒരു ഇത്ര രൂപ ചിലവായി. സ്റ്റേഷനറി ഐറ്റം മേടിക്കാനായിട്ട് ഇത്ര രൂപ ചിലവായി. അതേഴ്സ് ബാക്കിയൊക്കെ കൂടി നമുക്ക് ഏകദേശം എത്ര രൂപ ചിലവ് വന്നു. അടുത്തത് ആഡ് ചെയ്യാം. മനസ്സിലായല്ലോ? ഈ അടുത്തത് ആഡ് ചെയ്തു. ജനുവരി ഫെബ്രുവരി മാർച്ച് കൊടുത്തു. ഇനി നമ്മൾ ഏപ്രിൽ കൂടി കൊടുക്കട്ടോ. ഏപ്രിൽ കൊടുത്തു. ഒരു മാസത്തെ കണക്ക് കൂടി കൊടുക്കുന്നു. ഏപ്രിൽ കൊടുത്തു. ഓക്കെ പറഞ്ഞു. ഏപ്രിൽ എനിക്കിത് എന്തായി, എനിക്കിവിടെ ഒരു 50,000 ആയിട്ട് കുറഞ്ഞു. നമ്മുടെ കളക്ഷൻ 50,000 ആയിട്ട് കുറഞ്ഞു. റെൻറ്റ് 25,000. ഓക്കെ. സാലറി നമുക്കൊരു 75,000, ഒരാളെ പറഞ്ഞപ്പോൾ 75,000 ആയിട്ട് കൊടുക്കേണ്ടി വന്നു. ഇലക്ട്രിസിറ്റി നമുക്കൊരു 2,500 പിന്നെ വീണ്ടും വന്നു. ഇങ്ങനെ വന്നിട്ടുള്ള ചിലവുകൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓരോന്നിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ആഡിൽ എന്താണെന്നുണ്ടെങ്കിൽ ആഡിൽ അത് എൻ്റർ, പരസ്യത്തിന് വേണ്ടി എത്ര രൂപ ചിലവായി, സ്റ്റേഷനറി ഐറ്റം, അതേഴ്സിന് വേണ്ടിയിട്ട് 500 രൂപ ചിലവായിട്ടുള്ളൂ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ 5 ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4 മാസം. ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിനാരിയോയുടെ ഉള്ളിൽ കണ്ടില്ലേ, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നിട്ട് 4 മാസം കിടക്കുന്നുണ്ടല്ലേ. ഈ 4 മാസത്തിൽ ഇപ്പോൾ ഞാൻ ഏപ്രിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏപ്രിലെ റിപ്പോർട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. കണ്ടോ? മനസ്സിലായ? അപ്പോൾ ഏപ്രിലിൽ നമുക്ക് 68,289 ഉറുപ്പ്യ നഷ്ടമാണ്. സംഭവം മനസ്സിലായ? മാർച്ച് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മാർച്ചിൽ റിപ്പോർട്ടാണ് വരുന്നത്. അതായത് 1,00,000 രൂപ കളക്ഷൻ വന്നു, എക്സ്പെൻസ് 1,33,000 സംതിങ് വന്നു, മൈനസ് 33,098 റുപ്യ നഷ്ടം വന്നു. ക്ലിയർ ആണല്ലോ? ഫെബ്രുവരി ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ നമുക്ക് 45,301 റുപ്യ ലാഭം വന്നു. ജനുവരി ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിലത്തെ 28,651 റുപ്യ ലാഭം വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്കിതിൽ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ തെറ്റി പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ ഫെബ്രുവരിയിലാണ് തെറ്റുമെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി എടുത്തിട്ട് എഡിറ്റ് ചെയ്യുക, മാർച്ചിലാണ് തെറ്റുമെന്നുള്ളതെന്നുണ്ടെങ്കിൽ മാർച്ച് എടുത്ത് എഡിറ്റ് ചെയ്യുക, ഏപ്രിലാണെങ്കിൽ ഏപ്രിൽ എടുത്ത് എഡിറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ മാസത്തെ റിപ്പോർട്ട് വേണ്ട, കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഏപ്രിൽ കഴിഞ്ഞ് മെയ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തിട്ട് മെയ് കൊടുത്തിട്ട് ഓക്കെ പറയാം. ഈ ഓക്കെ പറഞ്ഞതിന് ശേഷം ഈ 1,50,000 എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ഒരു എനിക്കെന്ത് 2,00,000 രൂപ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ. ഇപ്പോൾ 86,000 മാറ്റിയിട്ട് എനിക്ക് 1,00,000 രൂപ സാലറിയുടെ ഇതിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. അത്രയൊക്കെ എങ്ങനെ ഡാറ്റകൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം തൽക്കാലം ഓക്കെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മെയ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട മെയ്യിൽ നമുക്ക് 64,651 റുപ്യ ലാഭമാണ്. മനസ്സിലായല്ലോ? ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊരു സമ്മറി പ്രിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്യിക്കണം. അതിനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് സമ്മറി എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം.
ഈ സമ്മറി ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ചോദിക്കും സിനാരിയോ സമ്മറിയാണ് നമ്മൾ കാണാൻ പോണത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ നമുക്ക് പിവറ്റ് ടേബിളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ കളക്ഷനും ടോട്ടൽ എക്സ്പെൻസ് ഇത്ര വന്നപ്പോൾ അത് മതി. എക്സ്പെൻസ് നമുക്ക് ഇത്ര വന്നപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഇത്ര വന്നപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസും ഇത്ര വന്നു എന്നുള്ളത് പറഞ്ഞിട്ട് ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലാണ് നമ്മൾ സമ്മറി കാണാൻ പോകുന്നത്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ട് വന്നതുകൊണ്ടാണ്. ഇത് ജനുവരി മാസത്തെ കണക്ക്. ടോട്ടൽ എക്സ്പെൻസ് ഇത്ര വന്നപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇത്ര വന്നു. ടോട്ടൽ എക്സ്പെൻസ് ഒരു 1,29,651 വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 45,000 സംതിങ് വന്നു. ഇവിടെ കണ്ടില്ലേ, ഇത്ര വന്നപ്പോൾ അത് നഷ്ടത്തിലേക്ക് വന്നു, ഇത്ര വന്നപ്പോൾ ഇത്ര നഷ്ടത്തിലേക്ക് വന്നു. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സമ്മറി കാണാം കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഡാറ്റയുടെ ഉള്ളിൽ വാട്ട് ഇഫ് അനലൈസിൻ്റെ ഉള്ളിലേക്ക് വരിക, സിനാരിയോ മാനേജർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നുള്ള ഭാഗം കൊണ്ട് സമ്മറിയുടെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ടോട്ടൽ കളക്ഷനും ടോട്ടൽ എക്സ്പെൻസിൻ്റെ സമ്മറിയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ടോട്ടൽ കളക്ഷൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്യുക, ടോട്ടൽ എക്സ്പെൻസിൻ്റെ സെല്ല് സെലക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ടോട്ടൽ കളക്ഷൻ ഇത്ര, ടോട്ടൽ എക്സ്പെൻസ് ഇത്ര. ജനുവരിയിൽ ടോട്ടൽ കളക്ഷൻ ഇത്ര, ടോട്ടൽ എക്സ്പെൻസ് ഇത്ര. ഫെബ്രുവരിയിലെ ടോട്ടൽ കളക്ഷൻ, ടോട്ടൽ എക്സ്പെൻസ്, ടോട്ടൽ കളക്ഷൻ, ടോട്ടൽ എക്സ്പെൻസ്. കണ്ടല്ലോ? ഇങ്ങനെ നമുക്കൊരു റിപ്പോർട്ടുകളെ പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ വർക്ക് നമുക്ക് പല തരത്തിൽ ഉപയോഗിക്കാം, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ മാസം ബേസ് ചെയ്തിട്ട് കാണിച്ചു എന്ന് മാത്രം. ഇതന്നെ നമുക്കിപ്പോൾ നമ്മുടെ കീഴിലുള്ള കമ്പനിക്കാർ വന്നിട്ട് കമ്പനിയുടെ ഉള്ളിലുള്ള ഓരോ കമ്പനിക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ? കാരണം വെച്ചാൽ ഇത് നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകൾ ഒരു 13 പ്രൊഡക്റ്റ് മനസ്സിലായ? നമ്മുടെ കമ്പനിയിലുള്ള ഒരു 13 പ്രൊഡക്റ്റ് ആണെങ്കിൽ 13 പ്രൊഡക്റ്റിൻ്റെ പേര് എഴുതുക. പിന്നെ ആദ്യത്തെ കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ എണ്ണം എഴുതുക അവിടെ. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മളിതിനെ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് ഫോർമുലയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് കോളം കൊടുക്കുക. മനസ്സിലായില്ലേ? ലെഫ്റ്റ് കോളം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറും, ഇവിടെ ഈ ഭാഗം അല്ലേ, അതായത് ലെഫ്റ്റ് കോളം ആക്റ്റീവായി മാറും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ പേരുകൾ ആക്റ്റീവായി മാറും. ഇന്ന പ്രൊഡക്റ്റ് ഇത്ര എണ്ണം, ഇന്ന പ്രൊഡക്റ്റ് ഇത്ര എണ്ണം, ഇന്ന പ്രൊഡക്റ്റ് ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് അവിടെ വരും. ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമുക്കിത് ഒരു കമ്പനിയുടെ പേര് ബേസ് ചെയ്തിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊന്നുകൂടി കാണിക്കാം, ശ്രദ്ധിക്കട്ടാ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളൂടി കാണിക്കാം, അപ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരാണെന്ന് വിചാരിക്കട്ടാ. ഈ ABCD ഞാൻ കാണിക്കുന്നതൊക്കെ പ്രൊഡക്റ്റിൻ്റെ പേരാണ്. ഞാനിപ്പോൾ ഐറ്റത്തിൻ്റെ പേരടിക്കുന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിലുണ്ടെന്ന് വിചാരിക്കാം. ഈ ആദ്യത്തെ ഒരു കമ്പനി വന്നിട്ട് ആദ്യം A എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഇത്ര എണ്ണം മേടിച്ചു, B ഒന്നും മേടിച്ചിട്ടില്ല, C ഇത്ര എണ്ണം മേടിച്ചു, D ഇത്ര എണ്ണം മേടിച്ചു, ഇത് ഇത്ര എണ്ണം മേടിച്ചു. മേടിച്ച എണ്ണങ്ങളൊക്കെ നമ്മളിവിടെ എണ്ണം കൊടുത്തു. ഇതിപ്പോൾ ഒരു കമ്പനി ഓർഡർ ചെയ്തുള്ളതാണ്. ഇവിടെ നമ്മൾ ആൾട്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് മൊത്തം 7,517 പ്രൊഡക്റ്റ് ഈ കമ്പനി മേടിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് അങ്ങനെ എന്ത് പറഞ്ഞിട്ട് കൊടുക്കാം, ടോട്ടൽ ക്വാണ്ടിറ്റി എന്നാ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കാം. ടോട്ടൽ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് കൊടുത്തു. ഞാനിതിന് മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നേരെ ഫോർമുലയുടെ ഉള്ളിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ കൊടുത്തു.
ലെഫ്റ്റ് കോളം കൊടുത്തു, ഓക്കെ പറഞ്ഞു. മനസ്സിലായല്ലോ? ക്രിയേറ്റ് ഫോർമുലയുടെ ഉള്ളിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് കോളം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ഇതിൻ്റെ പേരൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ പേര് A ആയി, ഇതിൻ്റെ പേര് B ആയി, ഇതിൻ്റെ പേര് C ആയി, കണ്ടല്ലോ. ഇത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരാട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഓരോരോ പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റിൻ്റെ പേരുകളായിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റയിൽ പോവുക, വാട്ടിഫ് അനലൈസിസിൽ സിനാരിയോ മാനേജർ ആഡ് ചെയ്യാം. ആദ്യത്തെ കമ്പനി ഇപ്പോൾ ഒരു GTech എന്നുള്ളൊരു കമ്പനിയാണ് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ഡ്രാഗ് ചെയ്താൽ മതിയിട്ടാണ്. കാരണം ഓൾറെഡി നമ്മൾ പേര് കൊടുത്തതല്ലേ. ഡാറ്റയിൽ അനലൈസിസിൽ പോയിട്ട് സിനാരിയോ മാനേജർ കൊടുത്തു, ആഡ് ചെയ്തു. ഇപ്പോൾ GTech എന്നുള്ള കമ്പനിയാണ് ഇതിനെ ഈ പ്രൊഡക്റ്റ് കൊടുത്തുള്ളതെന്നുണ്ടെങ്കിൽ GTech എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട GTech A എന്നുള്ള പ്രൊഡക്റ്റ് 245, B എന്നുള്ള പ്രൊഡക്റ്റ് ഇത്ര, C എന്നുള്ള പ്രൊഡക്റ്റ് ഇത്ര, D എന്നുള്ള പ്രൊഡക്റ്റ് ഇത്ര, E എന്നുള്ള പ്രൊഡക്റ്റ് ഇത്ര എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കമ്പനി ഇപ്പോൾ വേറൊരു വിൻടെക് എന്നുള്ളൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകണം വിൻടെക് എന്നുള്ള കമ്പനി. അത് അവർ മേടിച്ചുകൊണ്ട് പോയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അവർ മേടിച്ചുകൊണ്ട് പോയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. അടുത്തത് ആഡ് ചെയ്ത് കൊടുത്തു. അടുത്തതൊരു ഹൈടെക് എന്നുള്ളൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. ഹൈടെക് എന്നുള്ള കമ്പനി നമ്മുടെ ഏതൊക്കെ പ്രൊഡക്റ്റ് എത്ര എണ്ണം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളത്, അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് ഇത്ര എണ്ണം, പിന്നെ ഇന്ന പ്രൊഡക്റ്റ് ഇത്ര എണ്ണം, പിന്നെ എന്ത് ചെയ്യുക, ഇത്ര പ്രൊഡക്റ്റ് ഇത്ര എണ്ണം, കണ്ടല്ലോ. ഇങ്ങനെ ഇത്ര പ്രൊഡക്റ്റ് ഇത്ര എണ്ണം, ഇങ്ങനെയൊക്കെ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ. അടുത്തത് എന്ത് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു കമ്പനി കൂടി കൊടുക്കട്ടെ നമുക്ക്. ഒരു ABC എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനി വന്നിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ എണ്ണം. അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നുകൊണ്ട് ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ എന്നുള്ളൊരു കമാൻഡ് പ്രസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത്രയും ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തത് ഷോ ഓരോന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ GTechൻ്റെ ആണെങ്കിൽ വിൻടെക്കിൻ്റെ ഷോ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ വിൻടെക്കിൻ്റെ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് കണ്ട. ഹൈടെക് നോക്കി നോക്കിയേ, ഹൈടെക് എത്ര ഉണ്ട്, ABC എത്ര ഉണ്ട് എന്നുണ്ടെങ്കിൽ ABC എത്ര ഉണ്ട്. മനസ്സിലായല്ലോ? ഇതൊക്കെ കൂടി ലാസ്റ്റ് നമുക്ക് സമ്മറി കാണണമെന്നുണ്ടെങ്കിൽ സമ്മറിയിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമ്മറി കാണുന്നത്? ഇപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ സമ്മറി അവിടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായ? ഹലോ, ക്ലിയർ ആണല്ലോ? ഭാഗം മനസ്സിലായില്ലേ? സിനാരിയോ മാനേജർ, സിനാരിയോ സമ്മറി എന്നുള്ള ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ഡാറ്റകളൊക്കെ നമുക്കൊരു പർട്ടിക്കുലർ ടേബിൾ പോലെ തന്നെ സാധനം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്ക് പറഞ്ഞോട്ടെ. ഇനി അതിൽ തന്നെ ഗോൾ സീക്ക് എന്നിട്ടൊരു ഭാഗമുണ്ട്. ഗോൾ സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഗ്രാം സ്വർണ്ണത്തിന് ഇപ്പോൾ 4400 രൂപ വില ഉണ്ട്. 8 ഗ്രാം കൂടി ചേരുമ്പോഴാണ് അതൊരു പവനായിട്ട് മാറുന്നത് അല്ലേ. 4400 ഇൻറ്റു 8 മനസ്സിലായല്ലോ, 35,200 ആണ് എന്ത് ചെയ്യണത് ഇവിടെ നമുക്കൊരു പവൻ്റെ വിലയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പനി നാളെ 35,200 എന്നുള്ളതിന് പകരം അതൊരു 38,300 മാറി എന്ന് വിചാരിക്കുക, ഒരു പവൻ്റെ വില. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഈക്വൽ ടു 38,300 ഹരിക്കണം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കൊരു ഗ്രാമിൻ്റെ വില കിട്ടുക അല്ലേ. അതായത് ഈ 4,400 എന്നുള്ളതിൻ്റെ വില കിട്ടുക നമ്മളിതിനെ കൊണ്ട് ഹരിച്ചാലല്ലേ, ടോട്ടൽ എമൗണ്ടിനെ 8 കൊണ്ട് ഹരിച്ചാലാണ് കിട്ടുക. എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ടേബിളിൽ തന്നെ റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ പോവാണ്. ഡാറ്റയിൽ പോവുക, അനലൈസിസിൽ പോയിട്ട് ഗോൾ സീക്ക് പറയാം. ഓക്കെ, സെറ്റ് സെല്ല് ഇത് ടു വാല്യൂ പകരം ഉപയോഗിച്ച വാല്യൂ ഏതാ
നമ്മൾ എത്ര പറയണ്ടായിരുന്നത്? 38,745 ഇത്രയും കൊടുത്ത് ബൈ ചേഞ്ചിങ് സെല്ല്. ബൈ ചേഞ്ചിങ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെല്ലാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിതിൽ ചേഞ്ച് ചെയ്യേണ്ട സെല്ല് ഏതാണ്? ഈ സെല്ല് അല്ലേ? കാരണം ഈ സെല്ലിൽ മാറ്റം വരില്ലല്ലോ, 8 എപ്പോഴും 8 ഗ്രാം തന്നെയല്ലേ. ഇത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ആ കാൽക്കുലേഷൻസ് അവിടെ പ്രിൻറ്റ് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്ത ടേബിളിൽ തന്നെ ഡാറ്റകളെ പ്രിൻറ്റ് ചെയ്യിച്ചു കൊടുക്കും. ഗോൾ സീക്ക് എന്ന് പറയാം. സെലക്ഷൻ ചെയ്യാം, ഡാറ്റയിൽ പോവുക, വാട്ടിഫ് അനലൈസിൽ പോയിട്ട് ഗോൾ സീക്ക് പ്രസ് ചെയ്യുക, സെറ്റ് സെല്ല് ഇത് ടു വാല്യൂ 35,200 എന്നുള്ളതിന് പകരം 38,450 എന്നിട്ട് കൊടുത്തു. ബൈ ചേഞ്ചിങ് സെല്ല്, അതിന് വേണ്ടി ചേഞ്ച് ചെയ്യേണ്ട സെല്ല് ഏതാണെന്നുണ്ടെങ്കിൽ ആ സെല്ല് കാണിച്ചു കൊടുത്ത് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ, ഗോൾ സീക്ക് മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഗോൾ സീക്ക്. അതേപോലെ തന്നെ അതിലൊരു ഡാറ്റ ടേബിൾ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഡാറ്റ ടേബിൾ. ഈ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം, നോക്കൂട്ടാം. ഇപ്പോൾ 100, 200 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ടേബിൾ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ 10% ഉണ്ടല്ലോ, ഇവിടെ 20%, കണ്ടില്ലേ? 100% വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്നുകൊണ്ട് ഈക്വൽ ടു അടിക്കുക. ഈ സെല്ല് ഇൻറ്റു ഈ സെല്ല്, അതായത് 100ൻ്റെ അപ്പുറത്തുള്ള സെല്ല് ഇൻറ്റു 10ൻ്റെ മേലുള്ള സെല്ല് കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ടേബിളിന് മൊത്തം സെലക്ഷൻ ചെയ്തു. ഡാറ്റയിൽ ഡാറ്റ ടേബിൾ എന്നൊരു ഭാഗമുണ്ട്, കണ്ടോ? ക്ലിക്ക് ചെയ്യാം. റോ ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലും, കോള ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലും കാണിച്ചു. മനസ്സിലായ? റോ ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സെല്ലും, കോള ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ മേലുള്ള സെല്ലും കാണിച്ചു കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ പ്രിൻ്റ് ചെയ്ത് തണ്ട. മനസ്സിലായ? ഇപ്പോൾ നമുക്കൊരു പല ആൾക്കാർക്കും പല പേഴ്സൻറ്റേജുകളാണെന്ന് വിചാരിക്കാം, സംഖ്യകളെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ GST അവിടെയൊക്കെ മറ്റേ വാറ്റാണ് 5% വാറ്റാണ് അല്ലേ? 5% വാറ്റ് ഫിക്സഡ് അല്ലേ? വേറെ വ്യത്യാസങ്ങളില്ലല്ലോ? 5% തന്നെയല്ലേ? വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ GST ആണല്ലോ. അപ്പോൾ GST പലതരത്തിലുണ്ട് അല്ലേ? അതായത് കർഷകർക്കൊരു തരം അതായത് ആഡംബരമായിട്ടുള്ള ആൾക്കാർക്ക് വേറെ GST ആണ്, പിന്നെ അതേപോലെ ഒരു എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള വേറെ GST ആണ്. അപ്പോൾ ഒരു ടേബിളിൽ ആദ്യത്തെ ആൾക്ക് ഒരു 5% വിചാരിക്കുക, പിന്നത്തെ ആൾക്ക് 12%, പിന്നത്തെ ആൾക്ക് 18%, പിന്നത്തെ ആൾക്ക് 36% ആണെങ്കിൽ ഒരു കമ്പനി ഇപ്പോൾ ഒരു എമൗണ്ട് പറയുകയാണ്, ഇത്ര രൂപ ബില്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5% ടാക്സ് അടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇത്ര രൂപ അടയ്ക്കണം. 12% ടാക്സ് അടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇത്ര രൂപ അടയ്ക്കണം. 18% അടയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത്ര അടയ്ക്കണം. 36% ആണെന്നുണ്ടെങ്കിൽ ഇത്ര അടയ്ക്കണം. സംഭവം മനസ്സിലായ? അപ്പോൾ ഒരൊറ്റ പർട്ടിക്കുലർ ടേബിളിൽ നിന്ന് തന്നെ നമ്മളോട് പറയുകയാണ്, എൻ്റെ ഈ മാസത്തിൽ 47,895 റുപ്യ ബില്ല് അടിച്ചിട്ടുണ്ട്. ഞാൻ 18% ടാക്സ് അടയ്ക്കുന്ന ആളാണ്. 18% ടാക്സ് അടയ്ക്കുന്ന സമയത്ത് ഞാൻ ഇത്ര രൂപ അടയ്ക്കണം. മനസ്സിലായ? പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റോയൽറ്റി കൊടുക്കുന്നുണ്ട്, കമ്പനിക്ക് റോയൽറ്റി കൊടുക്കുന്നത് 15%. അപ്പോൾ എനിക്ക് ബില്ല് ഇത്ര വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 7,184 റുപ്യ 25 പൈസ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ റോയൽറ്റി കൊടുക്കും. സംഭവം മനസ്സിലായ? ഡൗട്ടില്ലല്ലോ? ഈ നമ്മൾ ലാപ്ടോപ്പ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാ? ഏതാ പ്രിന്റ് സ്ക്രീൻ എന്നിട്ടൊരു കീ കാണാം. പ്രിന്റ് സ്ക്രീൻ F12 ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. അത് പല സ്ഥലത്തായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. പ്രിന്റ് സ്ക്രീൻ അത് അടിച്ചാൽ മതി. അതടിക്കുക. പ്രിന്റ് സ്ക്രീൻ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് പേസ്റ്റ് ചെയ്യണ്ടേ. അതിപ്പോൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ടാവുള്ളൂ.
അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്താൽ കൺട്രോൾ വി അടിച്ചാൽ മതി. നമ്മൾ വേർഡിൽ ഫയൽ ഓപ്പൺ ആക്കിയിട്ടേ കൺട്രോൾ വി എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫയൽ അവിടെ സ്ക്രീൻഷോട്ട് ആക്റ്റീവ് ആയി മാറും. മനസ്സിലായോ? പ്രിൻ്റ് സ്ക്രീൻ അടിക്കുക, ഏത് ഭാഗമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗം നോക്കിയിട്ട് നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ അടിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരണ്ടേ, അത് ഓൾറെഡി കോപ്പി ആയി ഉണ്ടാവുള്ളൂ. അത് നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പിൽ ഇതിലേക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യിക്കുക. സാധാരണ വേർഡിലാണ് പേസ്റ്റ് ചെയ്യുക. കണ്ട കൺട്രോൾ വി കൊടുത്ത് നമുക്ക് പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ കീ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല ഷോർട്ട് കട്ട് കീ എന്തോ എടുക്കും സ്ക്രീൻഷോട്ടിന്? പ്രിന്റ് സ്ക്രീന് എന്തായാലും ലാപ്പിൽ ഉണ്ടാവും, കീയിലുണ്ടാവും. ഇനി അതിന് വേറെ ഷോർട്ട് കട്ടുകൾ ഞാനൊന്നും റെഫർ ചെയ്ത് നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ടുകൾ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കട്ടെ. കാരണം വെച്ചാൽ കീബോർഡിൻ്റെ മുകളിലായ ഏത് കീബോർഡിൻ്റെ മുകളിലായാലും പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കീ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ചില കീബോർഡിൽ കാണുന്നില്ല, അത് പ്രിന്റ് സ്ക്രീൻ കാണുന്നില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് റെഫർ ചെയ്ത് നോക്കട്ടെ കേട്ടോ, വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ടുകൾ ഉണ്ടോ എന്നുള്ളതേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ തന്നെ നോക്കാം. ഒരു മിനിറ്റ്. എല്ലാത്തിലും പ്രിന്റ് സ്ക്രീൻ വിൻഡോസ് ഷിഫ്റ്റ് എസ് ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ വിൻഡോസ് കീ അമർത്തി പിടിച്ചിട്ടേ വിൻഡോസ് കീ അമർത്തി പിടിക്കുക, ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് എസ് അമർത്തുക. ഞാൻ നോക്കി നോക്കാം. വിൻഡോസ് ഷിഫ്റ്റ് എസ്. വിൻഡോസ് ഷിഫ്റ്റ് എസ്. ഓക്കെ, ക്ലിയർ ആണ്? അതുതന്നെയാണ് വിൻഡോസ് ഷിഫ്റ്റ് എസ് അടിച്ചാൽ മതി. അപ്പോൾ നമ്മളോട് വരയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. മറ്റേത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേജിലുള്ള ഭാഗം കംപ്ലീറ്റ് പ്രിവ്യൂ ആവുക ചെയ്തിരുന്നത്. ഇത് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വിൻഡോസ് ഷിഫ്റ്റ് എസ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു ലൈന് വരുന്നുണ്ട്, കണ്ടോ? വരയ്ക്കാൻ പറയുന്നുണ്ട്. അത് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ലൊക്കേഷനാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ റീസെൻറ്റ് പിക്കിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നുണ്ടാവുക ഫയൽ. നമ്മൾ ചെയ്തിട്ടുള്ള ഫയലുകൾ കിടക്കുന്നുണ്ടാവുക റീസെൻറ്റ് ലൊക്കേഷൻ 1 എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പാത്ത് കറക്റ്റായിട്ട് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം. എൻ്റെ ലൊക്കേഷൻ എവിടെയൊക്കെ എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. മൈ ഡോക്യുമെൻസിൻ്റെ ഉള്ളിൽ ക്ലിപ്പ് ബോർഡിൻ്റെ ഉള്ളിലാവും എടുക്കുന്നുണ്ടാവുക സ്ക്രീൻഷോട്ട്. എന്തായാലും ഞാൻ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് പറയാം വേണ്ട, എവിടെയാണോ അത് ചെന്ന് കിടക്കണമെന്നുള്ളത് നോക്കിയിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച പോലെ പ്രിൻ്റ് സ്ക്രീൻ അടിക്കുക, നമ്മൾ വേർഡിലാണെങ്കിൽ വേർഡിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഭാഗം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഈ ഡാറ്റ ടേബിൾ മനസ്സിലായില്ലേ? പെർസെൻറ്റേജ് ചെയ്യുന്ന ഭാഗം മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതാണോ നമ്മുടെ വർക്ക്, അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ 100, ഇവിടെ 200, ഇവിടെ 300 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് മൊത്തം ഡ്രാഗ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 10%, ഇവിടെ 20%, കണ്ടല്ലോ 10%, 20% എന്നുണ്ട്. ഞാനിതിന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പറയുകയാണ് ഈക്വൽ ടു, ക്ലിയർ അല്ലേ? ഈക്വൽ ടു അടിക്കുക, ഈ സെല്ല് ഇൻറ്റു ഈ സെല്ല്, ലെഫ്റ്റ് സൈഡ്. അതായത് ഇവിടെ ഒരു സെല്ല് നമ്മൾ ഇതിൻ്റെ നേരെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യാം. ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് നേരെ ഡാറ്റയിൽ പോവുക. വാട്ടിഫ് അനലൈസിൻ്റെ ഉള്ളിൽ ഡാറ്റ ടേബിൾ പറയാം. റോ ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലും, കോളം ഇൻപുട്ട് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലും കൊടുത്ത് ഓക്കെ പറയാം.
മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡാറ്റയുടെ ഉള്ളിൽ വന്നിട്ട് വാട്ട് ഇഫ് അനലൈസിൻ്റെ ഉള്ളിൽ ഡാറ്റ ടേബിൾ. ഓക്കെ, ഇനി അടുത്ത് നമ്മളൊരു റിപ്പോർട്ടാണ് ഫോർകാസ്റ്റ് എന്നുള്ളൊരു ഇക്വേഷൻസ്. ഫോർകാസ്റ്റ് എന്താണ്? ഫോർകാസ്റ്റ് ഞാനൊരു പേര് കൊടുക്കട്ടെ. സിനാരിയോ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇതും സിനാരിയോ തന്നെയാണ്. നമ്മൾ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് വെച്ച് ചെയ്താട്ടോ. ഇത് ഗോൾ സീക്കാണ്. ഇത് ഡാറ്റ ടേബിളാണ്. മനസ്സിലായല്ലോ? ഡാറ്റ ടേബിളാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണതാണ് ഡാറ്റയിൽ ഫോർകാസ്റ്റ് എന്നുള്ള ഇക്വേഷൻസ്. എന്താണ് ഫോർകാസ്റ്റ്? ഫോർകാസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ, നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുകയാണ് അല്ലേ? അതായത് ഞാൻ പറഞ്ഞു 2010 ശ്രദ്ധിക്കട്ടാ, ഇയർ എമൗണ്ട് 2010 നമുക്ക് എന്ത് ചെയ്യണം? ഇത്ര രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ട്. 2015 എനിക്കത് എന്തായി മാറിയിട്ടുണ്ട്? ഇത്ര രൂപയുടെ ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. സംഭവം മനസ്സിലായ? 2020 എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊരു ഇത്ര രൂപയുടെ ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. 2025 അത് എത്ര രൂപയുടെ ബിസിനസ്സായിട്ട് മാറും? മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായ? അതായത് ഇതൊക്കെ നടന്നു പോയ കാലികളാണ് അല്ലേ? 2010, 2015, 2020 ഒക്കെ ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളതാണ്. മറിച്ച് ഇപ്പോൾ നമ്മളോട് പറയാറില്ലേ, ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ ഇത്ര കാലം കഴിഞ്ഞാൽ ഇത്രയാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയണത് എന്തുകൊണ്ടാണ്? അതൊരു താരതമ്യ പഠനമാണ് അല്ലേ? ഒരു പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കണക്കാക്കുന്നത്. ഇതേപോലെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ സാധനം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഈ ടൈം ആദ്യം ഞാനിവിടെ വെച്ചിട്ട് ഒരു ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു ഫോർകാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫോർകാസ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർകാസ്റ്റ് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല്, അതായത് കൊല്ലം എൻ്റർ ചെയ്യാൻ പോണത് ഇവിടെ കേട്ടോ. കോമ ആദ്യം നമ്മുടെ എമൗണ്ടിൻ്റെ കോളം, പിന്നെ നമ്മുടെ ഇയറിൻ്റെ കോളം. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ 2025 എന്നുള്ളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഏകദേശം ആ കണക്ക് ഇത്രയായിട്ട് മാറും. മനസ്സിലായ? ഇതൊക്കെ നടന്നുപോയ സംഖ്യകളാണ്. ഇനി 2025 കമ്പനി വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം 10,53,638 എന്നുള്ള ഒരു ആൻസറായിട്ട് അവിടെ മാറും. മനസ്സിലായില്ലേ? ഇപ്പോൾ 2025 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2050 കമ്പനി എത്ര രൂപയുടെ ബിസിനസ് നടത്തും കണ്ടോ? ഇങ്ങനെ പോയാലേ മനസ്സിലായില്ലേ? ഇപ്പോൾ 2022 എത്ര രൂപയുടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ 2022 കൊടുത്ത് നോക്കി ഏകദേശം 9,34,637 രൂപയുടെ ബിസിനസ് കമ്പനി നടത്തും. ഫോർകാസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഈക്വൽ ടു ഫോർകാസ്റ്റ്. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല്, അതായത് നമ്മൾ കൊല്ലം ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല്, കോമ പിന്നെ എന്ത് ചെയ്യുക? ഇവിടെ നിന്നുകൊണ്ട് എമൗണ്ട് കോമ പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഈ കാണുന്ന ഇയർ. സംഭവം മനസ്സിലായല്ലോ? അതായത് ഫോർകാസ്റ്റ് ഈ സെല്ല് കോമ, ഈ എമൗണ്ടിൻ്റെ സെല്ല് കോമ, പിന്നെ ഈ കാണുന്ന ടേബിൾ മൊത്തം കാണിച്ചു കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്ലിയർ അല്ലേ?
ഇനി ഇതിന് തന്നെ നമുക്ക് വേറൊരു തരത്തിലൂടെ ചെയ്യാം. ഇക്വേഷൻ എഴുതാതെ തന്നെ ചെയ്യാം. ഇക്വേഷൻ അവിടെ കിടന്നോട്ടെ. ഇക്വേഷൻ എഴുതാതെ എങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയിൽ ഫോർകാസ്റ്റ് ഷീറ്റ് എന്നൊരു ഭാഗമുണ്ട്. കണ്ടോ, വാട്ടിഫ് അനലൈസിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ ഫോർകാസ്റ്റ് ഷീറ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് കേട്ടാ. നോക്കൂ, നമ്മുടെ ഡാറ്റ പോയത് കണ്ട, ഒരു അനലൈസിന് വന്നതുണ്ടാ. ഇതാണ് നമ്മുടെ എമൗണ്ട്. 2010, 15, 20, 25 വരെ നമ്മളതിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി 2030 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഇങ്ങനെ വരും. മനസ്സിലായല്ലോ? 45 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇത് എമൗണ്ട്, ഫോർകാസ്റ്റ്. പിന്നെ ലോവർ എമൗണ്ട്, എക്സ് എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നോക്കി കണ്ടോ, ഒരു ചാർട്ട് ക്രിയേഷൻ ആയത് കണ്ടോ. ഓക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായ? ഇവിടെ ഇത് 2010 എമൗണ്ട്, 2015 എമൗണ്ട്, 2020 എമൗണ്ട്, 2025 എമൗണ്ട്. ഇതുവരെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2025 വേണ്ടാന്നുണ്ടെങ്കിൽ 2025 നമുക്ക് ഒഴിവാക്കാം കേട്ടോ. 2025 ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇത് വേണ്ട, അത് നടക്കാത്ത കാര്യമല്ലേ. നമ്മൾ ഫോർമുല വെച്ച് ചെയ്താണ്. ഈ ഭാഗം സെലക്ഷൻ ചെയ്തു, നേരെ ഡാറ്റയിൽ പോയി ഫോർകാസ്റ്റ് കൊടുത്തു. കണ്ടോ, ഈ ഫോർകാസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇതിലുണ്ടാകുന്ന ഈ ചെറിയ വേരിയേഷൻ ആയതുകൊണ്ടാണ് ഇത് ഒരേപോലത്തെ ഫിഗറായിട്ട് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്കിതിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റാം. ഇവിടെ നിന്നുകൊണ്ട് ഞാനിതിനെ ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമ്മുടെ കൊല്ലം. ഓക്കെ, ഇത് നമ്മുടെ എമൗണ്ട്. ഇതിൻ്റെ 2000 ഫോർകാസ്റ്റ് എമൗണ്ട് വരുന്നത് ഈ എമൗണ്ട് തന്നെയാണ്. 2025 ആകുമ്പോൾ അത് ഏകദേശം ഇങ്ങനെയായിട്ട് മാറും. അത് ലോവർ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിട്ട് മാറും. മറിച്ച് അപ്പറാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിട്ട് മാറും. ചെറിയൊരു വേരിയേഷൻസുള്ള വ്യത്യാസമായി. മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് ഫോർകാസ്റ്റിൻ്റെ ചാർട്ടുകളും വർക്കുകളും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കമ്പനി മുൻകൂട്ടി കാണുന്ന റിപ്പോർട്ടുകൾ. നമ്മളോട് കമ്പനി പറയില്ലേ ഇപ്പോൾ ഇത്രയായിരുന്നു, ഇപ്പോൾ നമുക്ക് വേറൊരു വ്യത്യാസം കാണിക്കട്ടെ. അവിടെ 2010 അതൊരു 20,000 ആയിരുന്നു. 2015 അതൊരു 80,000 ആയിട്ട് മാറി. 2020 അത് 1,60,000 ആയിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ 1,60,000 ആയിട്ട് മാറി. ഇനി ഞാനിതിനെ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നേരെ ഡാറ്റയിൽ പോവുക, ഫോർകാസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ട, ഈ ഫോർകാസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു ചെറിയ ലൈനും കൂടി കൂടുതൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അതെന്താ സംഭവിച്ചാലേ കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഓറഞ്ച് കളറിലുള്ള ലൈന്, തിക്കുള്ള ലൈനാണ് കറക്റ്റായിട്ട് പോവുക. മറിച്ച് അപ്പർ വേരിയേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ വേരിയേഷൻസിന്, അതായത് ഡെവലപ്പ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി കണ്ട അതിന് നേലക്കൂടെ എഴുതി പോകുന്നുണ്ട്. കണ്ട, ഒരു ചെറിയ ലൈന്. അതേപോലെ തന്നെ അത് ചെറിയതായിട്ട് കുറച്ച് താഴ്ചയാണ് നമ്മുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ അതൊരു സ്വല്പം ഇങ്ങനെയായിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ അനുപാതികമായിട്ടാണ് പറയണത്, നമ്മുടെ അനുപാതികമായിട്ടാണ് പറയണത്. ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാർട്ട് അവിടെ പ്രിന്റ് ചെയ്തു. കണ്ട, സംഭവം മനസ്സിലായല്ലോ? ഇവിടെ 2025 സാധാരണ രീതിയിൽ ഇങ്ങനെ എത്തേണ്ടതാണ്. 2,27,416 എത്തേണ്ടതാണ്. എന്ത് 2025 ഫോർകാസ്റ്റ് പ്രകാരം. അത് ലോവർ അതായത് ഒരു സ്വല്പം ബിസിനസ് ഡള്ളാണെന്നുണ്ടെങ്കിൽ അത് 2,15,878 രൂപ വരെ ആവാം താഴ്ത്തിക്ക്. മേലേക്ക് 2,38,953 വരെയായിട്ട് മാറും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? സൗണ്ട് ക്ലിയർ ആവണില്ല? ഓക്കെ. അപ്പോൾ ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കമ്പനികളുടെ ഫോർകാസ്റ്റ് ക്രിയേഷൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം.
മനസ്സിലായില്ലേ? കമ്പനിയുടെ ഫോർകാസ്റ്റ് ക്രിയേഷൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഡൗട്ടില്ലല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഫോർകാസ്റ്റ് മനസ്സിലായില്ലേ? ഡാറ്റ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ ഫോർകാസ്റ്റ് എന്നുള്ള ലൊക്കേഷൻസ് കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് സബ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. സബ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നേരം നമ്മൾ വെറും ടോട്ടൽ മാത്രമേ കണ്ടിരുന്നല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെയിം, സബ്ജക്റ്റ്, മാർക്ക്, ഇതാണ് ഇപ്പം നമ്മുടെ ടേബിൾ എന്ന് വിചാരിക്കാം. അപ്പം അനുവിന് മലയാളത്തിൽ ഇത്ര മാർക്ക്, അനുവിന് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, അനുവിന് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്, മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, മോഹന് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, മോഹന് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്. ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മലയാളത്തിൽ ഇത്ര മാർക്ക്, ദീപയ്ക്ക് തന്നെ ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, ദീപയ്ക്ക് തന്നെ ഫിസിക്സിൽ ഇത്ര മാർക്ക്. ഇങ്ങനെ ഒരു ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ടോട്ടൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, ആൾട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക കണ്ട, അതായത് 215 മാർക്ക് അവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? 215 മനസ്സിലായില്ലേ? എന്നാൽ എനിക്കിത് ഓരോരുത്തരുടെ ടോട്ടൽ കാണണമെന്ന് വിചാരിക്കാം. അതായത് അനുവിൻ്റെ മാത്രം ടോട്ടൽ, മോഹൻ്റെ മാത്രം ടോട്ടൽ, ദീപയുടെ ടോട്ടൽ, ഗ്രാൻഡ് ടോട്ടൽ, ഇങ്ങനെ കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിത് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ കോളം ഇൻസേർട്ട് ചെയ്ത് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യാം. ഡാറ്റയിൽ പോയിട്ട് സബ് ടോട്ടൽ എന്നിട്ടൊരു ഭാഗം ഉണ്ടാവും. ഫോർകാസ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം സബ് ടോട്ടൽ, കണ്ടല്ലോ? ഈ സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അറ്റ് ഈച്ച് ചേഞ്ച് നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മ് എന്തിൻ്റെ, മാർക്കിൻ്റെ. ക്ലിയർ ആണല്ലോ? എവിടെ ഇതുള്ളത്? സബ് ടോട്ടലുള്ളത് ഡാറ്റ എന്നുള്ള മെനുവിലേക്ക് പോവുക. ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ഫോർകാസ്റ്റ് ഷീറ്റ് ചെയ്തില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്ത് സൈഡിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് സബ് ടോട്ടൽ എന്നിട്ടൊരു ഭാഗം കാണാമല്ലേ? സബ് ടോട്ടൽ, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് സബ് ടോട്ടൽ എന്നിട്ടൊരു ഭാഗം. ഔട്ട്ലൈൻ എന്നുള്ളതിൻ്റെ മുകളിൽ ഔട്ട്ലൈൻ, അതിൻ്റെ മേലെ കണ്ട സബ് ടോട്ടൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ്. കിട്ടിയില്ലേ? ഹലോ, കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് നേരെ ഡാറ്റയിൽ പോയിട്ട് സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. എന്ത്? സമ്മാണ്. മനസ്സിലായില്ലേ? എന്ത്? ഇവിടെ മാർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മാണ്, മാർക്ക് കൊടുത്ത് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ സബ് ടോട്ടലുകൾ ഇവിടെ കണ്ട, അനുവിൻ്റെ ടോട്ടൽ ഇത്ര, മോഹൻ്റെ ടോട്ടൽ ഇത്ര, ദീപയുടെ ടോട്ടൽ ഇത്ര, ഗ്രാൻഡ് ടോട്ടൽ ഇത്ര. സംഭവം മനസ്സിലായില്ലേ? മറ്റേ നമ്മൾ ഓരോന്നും ഓരോ സെല്ല് ഇൻസേർട്ട് ചെയ്തിട്ട് കൂട്ടേണ്ട ഒരവസ്ഥ വരുന്നു അല്ലേ? ഇതതിൻ്റെ ആവശ്യമില്ല. ആ അനുവിൻ്റെ മാത്രമായിട്ട് ഒരു ടോട്ടൽ അവിടെ പ്രിൻ്റ് ചെയ്തു, മനുവിൻ്റെ മാത്രമായിട്ട് അവിടെ ഒരു ടോട്ടൽ പ്രിൻ്റ് ചെയ്തു, ദീപേരെ മാത്രമായിട്ട് ഒരു ടോട്ടൽ പ്രിൻ്റ് ചെയ്തു, മൊത്തം ഗ്രാൻഡ് ടോട്ടൽ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കിയേ, മനസ്സിലായ? അനുവിൻ്റെ ടോട്ടൽ, മോഹൻ്റെ ടോട്ടൽ, ദീപേരെ ടോട്ടൽ, ഗ്രാൻഡ് ടോട്ടൽ. ഇത് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണ്? എനിക്ക് ഈ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കൗണ്ട് കാണും. മനസ്സിലായോ? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സെലക്ഷൻ ചെയ്യാം. എന്നിട്ട് നേരെ ഡാറ്റയിൽ പോവുക. ഡാറ്റയിൽ പോയിട്ട് നേരെ സബ് ടോട്ടൽ പ്രസ് ചെയ്യുക. നെയിമിന് പകരം ഞാൻ സബ്ജക്റ്റിൻ്റെ സമ്മ് പറഞ്ഞു. മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട ഓരോന്നിൻ്റെ സബ്ജക്റ്റിൻ്റെ അവിടെ പ്രിൻ്റ് ചെയ്ത് വേണ്ട. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ കൗണ്ട് കാണാം. സബ് ടോട്ടല് സമ്മിന് പകരം കൗണ്ട് കണ്ടു.
സബ്ജക്റ്റിൻ്റെ കണ്ടാ. അപ്പോൾ കൗണ്ട് പ്രിൻ്റ് ചെയ്ത് വരും. മനസ്സിലായില്ലേ? സമ്മ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടോട്ടൽ എന്നുള്ള ഭാഗം പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ ഭാഗം മനസ്സിലായല്ലോ? സബ് ടോട്ടൽ മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. നമുക്ക് ആവശ്യം വരുന്നൊരു സംഭവം തന്നെയാണ്. കാരണം മറ്റേ നമ്മൾ ഓരോന്നോരോന്ന് കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സബ് ടോട്ടൽ പ്രിൻ്റ് ചെയ്ത് വരും. ഡാറ്റയുടെ ഉള്ളിൽ സബ് ടോട്ടൽ. അതിൽ ഒരു ഗ്രൂപ്പ് അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടിയുണ്ട്. ഈ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് പറയണം എനിക്ക് ഈ അനുവിനൊക്കെ കൂടി ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യാം. കോളം ബേസ് റോ ബേസ് ആണെങ്കിൽ റോ ബേസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അവിടെ ഒരു മൈനസ് ചിഹ്നം വന്നത് കണ്ട നിങ്ങളവിടെ. അതായത് ഒരേ ഷീറ്റിൽ തന്നെ കുറേ ഡാറ്റകളെ കാണണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കുറേ ഫയൽസുകൾ കാണണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഈ ഗ്രൂപ്പ് അൺഗ്രൂപ്പൊക്കെ യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറയണ മോഹന മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഞാനെന്ത് പറഞ്ഞു, ഡാറ്റയുടെ ഉള്ളിൽ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ റോ ബേസ് ഗ്രൂപ്പ് കൊടുത്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട അവിടെ വരെ ഗ്രൂപ്പ് ആക്റ്റീവായി മാറി. കണ്ടല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഡാറ്റ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ പോയിട്ട് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി അത് അൺഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കൂടി അതിലുണ്ട്. ക്ലിയർ അല്ലേ? ഡാറ്റ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ അൺഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻസ് കൂടി അതിലുണ്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഇത് ഗ്രൂപ്പ് അൺഗ്രൂപ്പ്, സബ് ടോട്ടൽ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് കേട്ടോ. സബ് ടോട്ടല് ഗ്രൂപ്പ് അൺഗ്രൂപ്പ്. സബ് ടോട്ടല് ഗ്രൂപ്പ് അൺഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഫോർകാസ്റ്റ്, ഷീറ്റ്, ഗ്രൂപ്പ് അൺഗ്രൂപ്പ്, ഡാറ്റ ടേബിൾ, ഷീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വർക്ക് കൂടി നമ്മളെന്ന് പറയുന്നുണ്ട്, ഒരു കൺസോളിഡേറ്റ് അല്ലെങ്കിൽ 3D കാൽക്കുലേഷൻസ്. കൺസോളിഡേറ്റ് അല്ലെങ്കിൽ 3D കാൽക്കുലേഷൻസ്. ആദ്യം നമ്മൾ 3D കാൽക്കുലേഷൻസ് പറയാം, പിന്നെ നമ്മൾ കൺസോളിഡേറ്റ് പറയാം. എന്താണ് 3D കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ആ ഡാറ്റ ഒന്ന് എടുക്കട്ടെ കേട്ടോ. അതിനായിട്ട് ഡാറ്റ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ നോക്കൂ. ഞാൻ നോർത്തിൽ നമ്മുടെ ഫയലിലേക്ക് തന്നെ അത് സെറ്റ് ചെയ്യാണ്. നോർത്തിൽ കുറച്ച് ഡാറ്റ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. നോർത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഡാറ്റ, അതേപോലെ തന്നെ സൗത്തിൽ ഡാറ്റ, നമ്മൾ സൗത്തിൽ വിറ്റിട്ടുള്ള കുറച്ച് ഡാറ്റ, സൗത്ത്. പിന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഈസ്റ്റിൽ വിറ്റിട്ടുള്ള കുറച്ച് ഡാറ്റ, ഈസ്റ്റിൽ നോർത്ത്, സൗത്ത്,
സൗത്ത്, പിന്നെ വീണ്ടും ഈസ്റ്റിൽ വിറ്റിട്ടുള്ള കുറച്ച് ഡാറ്റ, പിന്നെ അടുത്തത് വെസ്റ്റിൽ വിറ്റിട്ടുള്ള കുറച്ച് ഡാറ്റ. ഇതൊക്കെ ഡിഫറെൻറ്റ് ഡാറ്റകളായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കമ്പനിയിലെ ലിസ്റ്റിലൊക്കെ ഇതൊക്കെ വേറെ വേറെ ഡാറ്റകളായിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുള്ള എത്രയാണ്, നോർത്തിൽ ഇന്നത്, സൗത്തിൽ ഇന്നത്, ഈസ്റ്റിൽ ഇന്നത്, ടോട്ടൽ ഇന്നത്. അതായത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. നോർത്തിൽ നമ്മൾ ക്വാർട്ടേർലി ഇത്ര രൂപ വരെ ബുക്ക് വിറ്റിട്ടുണ്ട്. ക്വാർട്ടേർലി 2ൽ ഇത്ര വിറ്റിട്ടുണ്ട്, 3ൽ ഇത്ര വിറ്റിട്ടുണ്ട്, 4ൽ ഇത്ര വിറ്റിട്ടുണ്ട്, ലാസ്റ്റ് ടോട്ടൽ ഇത്ര വിറ്റിട്ടുണ്ട്. അതായത് ഈ നോർത്തിൽ മാത്രം. ഇത് സൗത്തിലും വിറ്റിട്ടുണ്ട്, ഈസ്റ്റിലും വിറ്റിട്ടുണ്ട്, വെസ്റ്റിലും വിറ്റിട്ടുണ്ട്. എനിക്കിവിടെ ഒരു ഗ്രാൻഡ് ടോട്ടൽ കാണണം. ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ അത് ഓരോ 4 ഷീറ്റ് നമ്മൾ കൂട്ടണം അല്ലേ. അതായത് ഈ ക്വാർട്ടർലി 78.45 പ്ലസ് 47.85 പ്ലസ് 14.52 പ്ലസ് 25.46 ഒക്കെ കൂടി കൂട്ടിയിട്ടായിരിക്കണം ഇവിടെ ആൻസർ പ്രിന്റ് ചെയ്യേണ്ടത് ആണല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എന്നാൽ 4 സോണിൽ നമ്മൾ കൂട്ടിയിട്ടായിരിക്കണം ഇവിടെ ആൻസർ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ നോക്കൂ. നമുക്ക് ഇതൊക്കെ കൂടി ഒറ്റയടിക്ക് തന്നെ അത് കൂട്ടിയെടുക്കാൻ പറ്റും. ഓരോ ഇക്വേഷൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു അടിക്കാം, സം. നമ്മൾ സാധാരണ രീതിയിൽ സമ്മാണ്. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, നോർത്ത് എന്നുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യാം. അതായത് ക്വാർട്ടേർലിയിൽ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അടിയിൽ കണ്ട, മനസ്സിലായ? സൗത്ത് എന്നുള്ള ആ ഷീറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു, ഈസ്റ്റ് എന്നുള്ള ഷീറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു, വെസ്റ്റ് എന്നുള്ള ഷീറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ടാ. ഇനി എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് എൻ്റർ അടിക്കും. മനസ്സിലായ? അതായത് ഇപ്പോൾ നോർത്തിലത്തെ ഈ സെല്ലും, സൗത്തിലത്തെ ഈ സെല്ലും, ഈസ്റ്റിലത്തെ ഈ സെല്ലും, വെസ്റ്റിലത്തെ ഈ സെല്ലും കൂടി കൂട്ടിയിട്ടുള്ള ആൻസറാണ് ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്തത്. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു, അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഈ ഫോർമുലാസിലൊക്കെ കിട്ടി. മറ്റേ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണ് അറിയാം ഇത് കാൽക്കുലേഷൻസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ കിട്ടിയത് എന്താ വെച്ചാൽ 4 സോണിലത്തെ ക്വാർട്ടർലിയിലെ ടോട്ടല്, ക്വാർട്ടർലി 2ൻ്റെ ടോട്ടല്, 3യുടെ ടോട്ടല്, 4ലെ ടോട്ടല്, മൊത്തം ഗ്രാൻഡ് ടോട്ടല് ഒറ്റയടിക്ക് കിട്ടി. അതിനെയാണ് നമ്മൾ 3D ഫോർമുല എന്നൊക്കെ പറയുന്നത്. 3D ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചത് സം തന്നെയാണ്, പക്ഷേ ആ ഷിഫ്റ്റിക്ക് അമർത്തി പിടിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ. ഹലോ, സൗണ്ട് ഹലോ ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇന്നിത്ര നമ്മൾ പറയുന്നുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. 3D ഫോർമുല, സബ് ടോട്ടലുകൾ, ഫോർകാസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഡാറ്റ ടേബിള്, ഗോൾ സീക്ക്, സിനാരിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, ഞാനിതിനെ സ്ക്രീൻഷോട്ട് ഫോൾഡർ ഉണ്ടാക്കി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അതെങ്ങനെ പിന്നെ മറന്നു അതിന് വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ല, ഞാനത് പറഞ്ഞുതരാം. പ്രിന്റ് സ്ക്രീൻ അല്ലാതെ വേറെ ഏതെങ്കിലും കീ അതിൻ്റെ പാത്ത് എവിടേക്ക് എടുക്കണമെന്നുള്ളത് നോക്കി നോക്കട്ടെ ഏട്ടാ. ഞാനത് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ. അതിൻ്റെ പാത്ത് എവിടേക്ക് എടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പാത്ത് നമ്മൾ സ്ക്രീൻഷോട്ട് അവിടെ ആവുന്നുണ്ട്, പക്ഷെ പാത്ത് എവിടേക്ക് എടുക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ട. എന്നാലേ അത് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനത് അയച്ചു തരാം.